ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂലൈ മാസം 15 തീയതിയാണ്. ഈ നല്ല ദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും ഞങ്ങൾ നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് യോശുവയുടെ പുസ്തകം 5-ാമത്തെ അധ്യായമാണ്. ഈ 5-ാമത്തെ അധ്യായം വളരെ മനോഹരമായൊരു അധ്യായമാണ്. കാരണം അവരെ കനാനിൽ പ്രവേശിച്ച ശേഷമുള്ള അവരുടെ ആദ്യ ദിവസങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഏറെ പ്രത്യാശയോടെ 40 നീണ്ട വർഷങ്ങളാണ് അവർ മരുഭൂമിയിൽ കഴിഞ്ഞത്. ഓരോ ചുവടും മുൻപോട്ട് വെക്കുമ്പോഴും അവർ സ്വപ്നത്തിൽ കണ്ടത് എന്താണ്? ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഗോതമ്പ് വിളഞ്ഞു കിടക്കുന്ന പാടങ്ങൾ, അത്തിവൃക്ഷങ്ങൾ എന്നുവേണ്ട വളരെ സമൃദ്ധമായി ഉള്ള ഒരു ദേശം, പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന ഒരു ദേശം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ഓരോ ചുവടും വന്ന് വെച്ചത്. അങ്ങനെ വന്ന് യോർദാൻ്റെ കരയിൽ വന്നു. അപ്പോഴാണ് ഭയങ്കരമായിരിക്കുന്ന നിലയിൽ യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്. വടക്ക് തെക്ക് കിടക്കുന്നതായിരിക്കുന്ന യോർദാനിലെ വെള്ളം വളരെ ശക്തിയോടെയാണ് പായുന്നത്. വിശ്വാസത്താൽ അതിലേക്ക് കാലെടുത്ത് വെച്ച് അവർ അക്കരയ്ക്ക് കയറണം. പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി അവർ അക്കരെ കടന്നു. വേഗത്തിൽ തന്നെ അക്കരെ കടന്നു. വളരെ മനോഹരമാണ്. അവരക്കരയ്ക്ക് ചെന്നതായിരിക്കുന്ന ആ സമയത്ത് സംഭവിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അവർ ദേശത്തെ ഫലം പറിച്ചു തിന്നു. അതോടുകൂടെ സ്വർഗത്തിൽ നിന്ന് വീണ മന്നയും നിന്നു. അതാണ് സംഭവിച്ചത്. 40 വർഷം അധ്വാനിക്കാതെ, കൊയ്യാതെ, മെതിക്കാതെ, രാവിലെ തൊട്ടയുമായിട്ട് എഴുന്നേറ്റ് പോകും, നിറച്ച് മന്ന പറക്കിക്കൊണ്ട് വരും. അതുകൊണ്ട് വ്യത്യസ്ത വിഭവങ്ങളുണ്ടാക്കി അവരെ ഇഷ്ടം പോലെ കഴിക്കും. പിറ്റേന്നാളത്തേക്കൊന്നും അധികം വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ ദിവസവും അത് വീഴുന്നതാണ്. അങ്ങനെ സമൃദ്ധമായി തേൻകുട്ടിയ ദോശ പോലും സ്വാദുള്ള ആ മന്ന കൊണ്ടുണ്ടാക്കിയ ദോശകൾ അവർ തിന്നു. തൃപ്തരായി. അവർ വിചാരിച്ചു, ഇതാണ് ദൈവം വിളിച്ചിറക്കിയ ജീവിത രീതി. മരിക്കുന്നതുവരെയും, ജനിച്ചാൽ മരിക്കുന്നതുവരെയും സ്വർഗത്തിൽ നിന്നുള്ള അപ്പം കിട്ടും, അത് പറക്കി തിന്നാൽ മതി. അധ്വാനിക്കേണ്ട, കൊയ്യണ്ട, കിളയ്ക്കേണ്ട, വിതയ്ക്കേണ്ട, കളപറിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. എന്തോ ഒരു രസകരമായ ജീവിതമാണ്. പക്ഷേ അവർക്കൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി. അവർ കൈനീട്ടി മുന്തിരിക്കൊല പറത്തതും, അവർ കൈനീട്ടി അത്തിപ്പഴം പറിച്ചതും, അവർ കൈനീട്ടി ഒലിവ പറിച്ചതും, അവർ കൈനീട്ടി ഈത്തപ്പഴം പറിച്ചതും, അത് വായിലേക്ക് കൊണ്ടുവച്ചതും, ആകാശത്തു നിന്ന് വീഴുന്നതായിരിക്കുന്ന മന നിന്നു പോയതും ഒരുമിച്ചാണ്. അവരാഗ്രഹിച്ച ജീവിതശൈലി മരണം വരെയും തുടർന്നില്ല. അവർ മന്നയ്ക്കെതിരെ പരാതി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഒരു കൂട്ടം ആളുകൾ. പക്ഷെ അവർക്കൊരു കാര്യം മനസ്സിലായി. വിതയ്ക്കാതെയും കൊയ്യാതെയും അധ്വാനിക്കാതെയും കിട്ടുന്നതായിരിക്കുന്ന മന്നയല്ലേ ഇതെല്ലാം ചെയ്ത് കിട്ടുന്നതായിരിക്കുന്ന മുന്തിരിയേക്കാൾ നല്ലത്, അത്തിയേക്കാൾ നല്ലത്. എന്ന് മാത്രമല്ല, ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളുള്ള ഒരു ആഹാരവുമാണ് മന്ന. പക്ഷേ ദൈവവാഗ്ദത്തം ചെയ്ത ദേശത്ത് അവർ കാലുകുത്തി കഴിഞ്ഞ ഉടനെ തന്നെ മരുഭൂമിവാസത്തിൽ അവർക്ക് ലഭ്യമായിരുന്ന മന്ന നിന്നുപോയി. കനാലിൽ കൊയ്ത്തിന് വിളഞ്ഞു കിടന്ന ഗോതമ്പും യവവും പാകം വന്ന മുന്തിരിയും അത്തിപ്പഴവും അവർ ശേഖരിച്ച് ഉപജീവിക്കേണ്ട സ്ഥിതി വന്നു. കൊയ്ത്ത് വേണം, മെതി വേണം, ധാന്യം പുഴുങ്ങണം, ധാന്യം കുത്തണം, എല്ലാം ഇപ്പോൾ ആവശ്യമായി വന്നു. അതാണ് ദൈവത്തിൻ്റെ ക്രമീകരണം. എല്ലാം ദാനമായി ലഭിക്കുന്ന ഒരു കാലമുണ്ട്. അധ്വാനിച്ചെല്ലാം ഉണ്ടാക്കേണ്ട ഒരു കാലമുണ്ട്. ദാനമായി ലഭിക്കുന്ന ഒരു കാലം ദൈവജനത്തിൻ്റെ ശൈശവദശയാണ്. കുഞ്ഞുങ്ങൾ അധ്വാനിക്കുന്നില്ലല്ലോ, എല്ലാവർക്കും നൽകപ്പെടുകയല്ലേ ചെയ്യുന്നത്. എന്നാൽ ബാല്യത്തിലും യൗവനത്തിലും അങ്ങനെ അമ്മ എല്ലാം വാരി കൊടുക്കണമെന്ന് വിചാരിച്ചാൽ കിട്ടുമോ? നടക്കില്ല. പ്രായത്തിനനുസരിച്ച് തൊഴിലും അധ്വാനവും കൂടാതെ ജീവിക്കുവാൻ കഴിയുന്നതല്ല. ക്രിസ്തീയ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. രക്ഷിക്കപ്പെട്ടു വന്നതായിരിക്കും ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്തോ ഒരു സന്തോഷമുള്ള ദിവസങ്ങളാണ്. ആ സന്തോഷം വർദ്ധിച്ചതല്ലാതെ കുറഞ്ഞിട്ടില്ല. പക്ഷേ ജീവിതശൈലിക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് വളരെയധികം അധ്വാനമുണ്ട്. ഇന്ന് ക്രിസ്തീയ ജീവിതം സന്തോഷം നിറഞ്ഞതാണെങ്കിലും അധ്വാനം നിറഞ്ഞതാണ്, വിയർപ്പ് നിറഞ്ഞതാണ്. അപ്പോൾ ആഗ്രഹിച്ച ദേശത്ത് ഇസ്രായേലെത്തി. നിറയെ വിളവുകളാണ്. മുന്തിരിയും ആപ്പിളും ഓറഞ്ചും ഒലിവും അത്തിയും ചെറിയും പ്ലമ്മും എല്ലാം അവിടെയുണ്ട്. ഗോതമ്പും യവവും ചോളവും എല്ലാം സമൃദ്ധമായിട്ട് ഒന്നിനും കുറവില്ല. ദേശത്തെ വിളവർ അനുഭവിച്ചു. വയറു നിറയെ സ്വാദോടുകൂടെ ഭക്ഷിച്ചു. പക്ഷേ അടുത്ത ദിവസം മുതൽ മന്നയിൽ നിന്നുപോയി. അപ്പോഴാണ് അവർക്ക് വ്യത്യാസം മനസ്സിലാകുന്നത്.
രക്ഷിക്കപ്പെട്ട ഒരു ദൈവവിതലിനെ ദൈവം നടത്തുന്നതായിരിക്കുന്ന വഴികളിൽ ആകാശത്ത് നിട്ടുകൊടുക്കുന്നൊരു കാലമുണ്ട്. ഭൂമിയിൽ നിന്ന് അധ്വാനിച്ചെടുക്കേണ്ട ഒരു കാലമുണ്ട്. പരക്കി പുഴുങ്ങി തിന്നേണ്ട ഒരു കാലമുണ്ട്. അങ്ങനെയല്ല, വിതച്ച് കളപറിച്ച് നെല്ല് വളർന്ന് കൊയ്തെടുത്ത് അത് ഉണങ്ങി അത് മെതിച്ച് അത് പുഴുങ്ങി അത് കുത്തി കഞ്ഞി കുടിക്കേണ്ട ഒരു കാലമുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്കൊന്നും അതറിയില്ല. കാരണം കടയിൽ പോയി അരി വാങ്ങിച്ചിട്ടൊന്നും കഴിക്കുകയല്ലേ ഉള്ളൂ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. നെൽകൃഷി വീട്ടിലുണ്ട്. ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള ജീവിതമാണ്. പാടം ഒരുക്കണം, പാടം ഒരുക്കിയാൽ നെല്ല് വിതയ്ക്കണം, അല്ലെങ്കിൽ കള പറിച്ച് കളണം. അത് കഴിഞ്ഞാൽ പ്രാവ് വന്ന് പറക്കൊണ്ട് പോകാതിരിക്കാനായിട്ട് പോയി പാടത്ത് പോയിരുന്ന് ചെണ്ട കൊട്ടണം, കള പറിക്കണം. 10-30 കളപറിക്കക്കാർക്ക് പ്രാതിൽ കൊണ്ട് കൊടുക്കണം, ശാപ്പാട് കൊടുക്കണം. ഒടുവിൽ കൊയ്ത്ത് വരുമ്പോൾ എന്തോ ഒരു പ്രയാസമാണ്. കൊയ്ത് ദേശം മുഴുവനും വൈക്കോല്, നെല്ലിൻ്റെ പൊടിയെ, ആസ്മായ രോഗമേ എന്ന് വേണ്ട എല്ലാവിധ ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാം, അന്നത്തെ ആ ജീവിതത്തിൻ്റെ സന്തോഷം ഇന്നത്തെ ജീവിതത്തിനില്ല. അന്ന് നെല്ല് മെതിച്ച് പുഴുങ്ങി കുത്തി ചോറുണ്ടാക്കി കഴിക്കുന്ന സ്വാദും സംതൃപ്തിയും ഇന്ന് കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വരുന്നതായിരിക്കുന്ന അരി പുഴുങ്ങി തിന്നാൽ ഇല്ലെന്നുള്ളതാണ് സത്യം. ക്രിസ്ത്യ ജീവിതവും അങ്ങനെയാണ്. ആളുകൾ പറഞ്ഞു തന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു കാലമുണ്ട്. ദൈവസത്യങ്ങൾ കോരിത്തന്ന് പോഷിപ്പിച്ചൊരു കാലമുണ്ട്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം മറ്റുള്ളവർക്ക് കോരിക്കൊടുക്കേണ്ട ഒരു കാലമാണ്. ദൈവസത്യങ്ങൾ ദൈവവചനത്തിലേക്ക് പോയി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കണ്ടെത്തി ഭക്ഷിക്കേണ്ട ഒരു കാലമാണ്. വിലയില്ലാത്ത ഈ മന്ന എന്തിനെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോഴെന്താണ്, വിലയില്ലാത്ത മന്ന കിട്ടിയെങ്കിൽ വിലയുള്ള ഈ ഗോതമ്പിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന കാലമുണ്ട്. കഠിനമായി അധ്വാനിച്ച് ജീവിക്കേണ്ട ഒരു സ്ഥിതി. പക്ഷേ ഇപ്പോഴും പരാതികൾക്ക് കുറവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. മഴയില്ല, മഴ കൂടുതലാണ്, മഴ കുറവാണ്, വെയിലാണ്, വെള്ളമാണ്, വെള്ളമില്ല, വെള്ളപ്പൊക്കമാണ്, എന്തെല്ലാം പരാതികളാണ്. മനുഷ്യനെ തൃപ്തിപ്പെടുത്താനായിട്ട് വളരെ പ്രയാസമാണ്. നന്ദിയുള്ളവരായിരിക്കുക എന്നാണ് വചനം പറയുന്നത്. നന്ദിയുള്ളവരായിരിക്കുക, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക എന്നാണ് ദൈവവചനം പറയുന്നത്. പരാതി പറയാൻ ദൈവകൃപയൊന്നും വേണ്ട. ഒരു കൃപയും വേണ്ട പരാതി പറയാൻ. പക്ഷേ കഷ്ടതകൾക്ക് മധ്യത്തിൽ സ്തോത്രം ചെയ്യുവാൻ, പരാതി കൂടാതെ ജീവിക്കുവാൻ ഒരുപാട് ദൈവകൃപ ആവശ്യമാണ്. നന്ദി പറയുവാൻ ദൈവകൃപ വേണം. നന്ദിയില്ലാത്തവരായി ജീവിക്കാൻ ഒരു കൃപയും ആവശ്യമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിപാടികൾ എത്ര നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അനുഗ്രഹങ്ങളെ ആകാശത്തു നിന്ന് വർഷിച്ചു വരുന്ന ഒരു കാലവും ഭൂമിയിൽ നിന്ന് അധ്വാനിച്ച് ഫലമെടുക്കുന്ന ഒരു കാലവുമുണ്ട്. ആകാശത്തു നിന്ന് വീണ് കിട്ടുന്ന കാലമെന്ന് പറയുന്നത് നമ്മുടെ ബാല്യകാലമാണ്, ശൈശവമാണ്. എന്നാൽ ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്ന കാലം നമ്മുടെ പക്വതയുടെയും പാകതയുടെയും കാലമാണ്. ദൈവത്തെ വിളിച്ചും ദൈവത്തെ വിശ്വസിച്ചും ദൈവത്തിനെ ഇഷ്ടം ചെയ്തും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം ഇത് രണ്ടും തരുന്നവനാണ്. ആകാശത്ത് നിന്ന് ഇട്ട് തരുന്നവനും ഭൂമിയിൽ നിന്ന് വിളവുണ്ടാക്കുവാൻ നമ്മോട് കൽപ്പിക്കുന്നവനുമാണ്. ദൈവം ഇത് രണ്ടും തരുന്നവരാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് സ്നേഹിച്ച് സേവിച്ച് നമുക്ക് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.